മുറ്റത്ത് ഈ മരമുള്ളവർക്ക് ഇപ്പോൾ നല്ല കാലം. കിലോയ്ക്ക് വില 500 കടന്നു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കിലോയ്ക്ക് വില 500 കടന്നും കുതിക്കുമ്പോൾ സാമ്പാറിനും അവിയലിനും മുരിങ്ങയ്ക്ക കിട്ടാൻ അല്പം ബുദ്ധിമുട്ടായി വരും. ഇതുവരെ ഓസിന് നൽകിയ സാമ്പാറിനും കാശ് ഈടാക്കാൻ ഒരുങ്ങുകയാണ് ഹോട്ടലുകൾ. പച്ചക്കറി വില റോക്കറ്റിലേറിയപ്പോൾ പിടിച്ചു നിൽക്കാൻ വേറെ വഴിയില്ലെന്ന് ഹോട്ടൽ ഉടമകൾ പറയുന്നു. വെളുത്തുള്ളി വില 400-ൽ തുടങ്ങുമ്പോൾ നേന്ത്രക്കായയും കുതിപ്പിലാണ്. ചില്ലറ വിൽപ്പന കിലോ 80-ലെത്തി. മുമ്പെങ്ങുമില്ലാത്ത വിലക്കയറ്റമാണ് തേങ്ങയ്ക്ക്. കിലോ 80-നാണ് ചില്ലറ വിൽപ്പന. സവാളയും ചെറിയ ഉള്ളിയും 2 ആഴ്ചയായി 70-ൽ തുടരുകയാണ്. ഈ പോക്ക് പോയാൽ സസ്യാഹാരികൾ വലയും. ശബരിമല സീസൺ തുടങ്ങിയതോടെയാണ് സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുന്നത്. വഴുതന, വെണ്ടയ്ക്ക എന്നിവയുടെ വിലയും 70-ആയി ഉയർന്നു. ബീൻസും വെണ്ടയ്ക്കയും ക്യാരറ്റും 80 പിന്നിട്ടു. ക്രിസ്തുമസ് പ്രമാണിച്ച് കേക്ക് നിർമ്മാതാക്കളുടെ എണ്ണം കൂടിയതോടെ കോഴിമുട്ടയ്ക്ക് വില കൂടി. ചില്ലറ വില 7.50-നാണ് വിൽപ്പന. ഇതോടെ ഹോട്ടലുകളിൽ മുട്ട റോസ്റ്റിന്റെ കച്ചവടവും കുറച്ചു. ഇനി സാമ്പാറിലും അല്പം പിശുക്ക് കാണിച്ചാലേ കുടുംബം വെച്ചിട്ട് താളം തെറ്റാതെ നോക്കാനാകൂ എന്നാണ് വീട്ടമ്മമാരുടെ അഭിപ്രായം. സംസ്ഥാനത്ത് ഇപ്പോൾ മുരിങ്ങയ്ക്കയുടെ സീസൺ അല്ല. തമിഴ്നാട്ടിലും ലഭ്യമല്ല. ഗുജറാത്തിലെ ബറോഡയിൽ നിന്നാണ് മുരിങ്ങയ്ക്ക എത്തുന്നത്. ഡിമാൻഡ് കൂടിയപ്പോൾ വിലയും കൂടി. വില ഇനിയും കൂടുമെന്നാണ് മൊത്ത വ്യാപാരികൾ പറയുന്നത്. സദ്യകൾക്കും സൽക്കാരങ്ങൾക്കും വിഭവങ്ങളിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഇനമായതിനാലാണ് കുറഞ്ഞ നിലയിലെങ്കിലും സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നാടൻ മുരിങ്ങക്കായ വിപണിയിലെത്തിയാൽ വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാം.